ആ കൊച്ചു വരണ്ട കൊച്ചല്ല. പക്ഷേങ്കിൽ എന്റെ സംശയം എന്ന് വെച്ചാൽ ഞാൻ ഈ പീഡനം എല്ലാം ഇറങ്ങി കഴിഞ്ഞ് വെളിയിൽ വരുമ്പോ ആ കുട്ടി അവരുമായിട്ട് ഭയങ്കര ചിരിയും കളിയും വർത്താനം അവരുടെ ഒരാളായിട്ട് ഞാൻ ഇറങ്ങി വരുമ്പോ എന്നോട് പറഞ്ഞു, ചേച്ചി സോനപ്പന്റെ ആണോ കണ്ണന്റെ ആണോ എല്ലാരും കൂട്ടുന്നു. എല്ലാവർക്കും നമസ്കാരം. കഴിഞ്ഞ 1-ാം തീയതി തിരുവല്ല ഒരു സ്പായിൽ നടന്നിട്ടുള്ള തന്തയില്ലായ്മ എന്ന് തന്നെ പറയേണ്ടി വരും. ഈ സ്പാ എന്ന് പറയുമ്പോൾ ചിലപ്പോൾ ചിലവർ ചിന്തിക്കും എന്തുപാടാ ഈ സ്പാ, ഈ മസാജിങ്ങും പരിപാടി അതും ഇതൊക്കെയാണ്. ചില ഒരു 99% സ്പാകളിലും അപരാധങ്ങളും നടക്കാറുണ്ട്. മസാജിന്റെ പേരും പറഞ്ഞുകൊണ്ട് അതിന്റെ അകത്ത് വിളിച്ച് വരുത്തിയിട്ട് പല അപരാധങ്ങളും നടക്കാറുണ്ട്. ഇല്ലെന്നൊന്നും ഞാൻ പറയുന്നില്ല. പക്ഷെ ഒരു പോയിന്റിൽ ചിന്തിക്കുമ്പോൾ ഇങ്ങനെയുള്ള മസാജ് സെന്ററോ സ്പായൊക്കെ ഉള്ള സമയത്ത് ഈ കുറെ കഴപ്പന്മാർക്കെങ്കിലും കഴപ്പടക്കാൻ സാധിക്കട്ടെ എന്ന് ഞാൻ പറയും. വേറൊന്നും കൊണ്ടല്ലടേ, വല്ല പാവപ്പെട്ട നിരപരാധിയായ പെണ്ണുങ്ങളുടെ നെഞ്ചത്ത് ഇടിച്ചു കയറുന്ന കുറെ കഴപ്പന്മാർക്ക് ഇതുപോലുള്ള മസാജ് സെന്റർ ഉണ്ടെങ്കിൽ അവർക്ക് അവിടെ പോയി തൃപ്തിപ്പെടാം എന്ന് തന്നെ വേണമെങ്കിൽ പറയാം. എന്ന് വെച്ചിട്ട് എല്ലാ സ്പാകളും അങ്ങനെ ആണെന്ന് ഞാൻ അങ്ങോട്ട് ഉറപ്പ് വരുത്തുന്നില്ല. എങ്കിലും പറയുവാണ്, മിക്ക സ്പാകളിലും അപരാധങ്ങൾ നടക്കാറുണ്ട്. അത് തടുക്കുക എന്ന് പറയുന്നത് എത്രത്തോളം പോസിബിൾ ആണെന്ന് എനിക്കറിയില്ല. അത് ഈ പറയുന്ന രാഷ്ട്രീയത്തിന്റെയും പോലീസുകാരുടെയൊക്കെ പിൻബലത്തിൽ തന്നെയാണ് ഓരോന്നും പ്രവർത്തിച്ചു പോകുന്നത്. അതിൽ ഒരു മാറ്റവും ഇല്ല. അങ്ങോട്ടും ഇങ്ങോട്ടും ഉള്ള ഒരു ടൈഅപ്പിൽ തന്നെയാണ് പോകുന്നത്. അതല്ലെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്കത് പൊളിച്ചടിക്കേണ്ടി വരും. അല്ലെന്നൊരിക്കലും പറയാനും അവർക്ക് പറ്റത്തില്ല. അപ്പൊ തിരുവല്ലയിൽ ഒരു സ്പായിൽ നടന്നിട്ടുള്ള തന്തയില്ലായ്മയാണ്. അതായത് വേറുള്ള സ്പാ, തൊട്ടപ്പുറത്തും ഇപ്പുറത്തുള്ള സ്പായിലെ അപരാധങ്ങൾ കാണിക്കാനും അല്ലെങ്കിൽ അവിടെ മസാജ് നടത്താനും പറ്റാതെ വന്നപ്പോൾ ആളെല്ലാം കൂടി ഇവിടെ ഇടിച്ചു കയറാൻ തുടങ്ങിയപ്പോൾ എന്തോ അപ്പുറത്തുനിന്ന് കൊട്ടേഷൻ കൊടുത്ത് ഇവന്മാരെ അടച്ചു പൂട്ടാനായിട്ടുള്ള പരിപാടിയും അതുപോലെ വേറെ നല്ല 1-ാം തരം കളികളും നടക്കുന്നുണ്ട്. ഇവിടെ സ്പായിൽ മസാജ് ചെയ്യാമെന്ന ഒരുത്തനെ പിടിച്ച് നിർത്തി അവിടെ ഉള്ള മസാജ് ചെയ്തുകൊണ്ടിരുന്ന യാതോ പെണ്ണുമായിട്ട് വെച്ചും കൊണ്ട് മറ്റേ ഒന്നുമില്ലാണ്ട് വീഡിയോ ഒക്കെ എടുത്തെന്നും ഈ ഗുണ്ടകൾ അങ്ങനത്തെ തന്തയില്ലായ്മകൾ ചെയ്തെന്നുള്ള കാര്യം കൂടി പുറത്തു വരുന്നുണ്ട്. പിന്നെ യുവമാരെ സ്ഥിരം പരിപാടിയാണ് ഇത്. കാപ്പാ ലിസ്റ്റിൽ കിടക്കുന്നവന്മാരാണ് യുവമാര്. എന്നിട്ടും യുവമാരൊക്കെ ഇങ്ങനെ അങ്ങ് വെലസി നടക്കുകയാണ്. അത് എന്തുകൊണ്ടാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇവിടുത്തെ രാഷ്ട്രീയക്കാരന്മാരുടെ നല്ല 1-ാം തരം മൂട് താങ്ങിയ ഗുണ്ടകളും അവന്മാര് വച്ചുകൊണ്ട് നടക്കുന്ന ഗുണ്ടകളും ആയതുകൊണ്ട് തന്നെയാണ് യുവമാരൊക്കെ എന്ത് തന്തയില്ലായ്മ കാണിച്ചു കഴിഞ്ഞാലും സ്പോട്ടിൽ പുറത്തിറങ്ങാൻ പറ്റുമെന്നുള്ള വിശ്വാസവും അതിനുള്ള പൊളിറ്റിക്കൽ പവറും അവന്മാർക്കുള്ളത് കൊണ്ട് തന്നെയാണ് അവന്മാർ ഇമാതിരി തന്തയില്ലായ്മകൾ കാണിക്കുന്നത്. ഈ രാഷ്ട്രീയക്കാരന്മാർക്കും ഉയർന്ന പോലീസുകാരന്മാർക്കും വേണ്ടിയിട്ട് പ്രവർത്തിക്കുന്ന കുറെ നാറിയ ഗുണ്ടകളുണ്ട്. അത് വേറൊരു വാസ്തവം. എന്നാലും നമ്മൾ മനസ്സിലാക്കുക, ഇവിടെ കാണിച്ചിട്ടുള്ള ചെറ്റത്തനം തന്നെയാണ്. ആ ഒരു സ്പായില് മറ്റേ ഫ്രണ്ട് ഓഫീസിൽ എങ്ങാണ്ടിരിക്കുന്ന പെൺകുട്ടിയെ അടക്കം മോശമായിട്ട് പെരുമാറിയ പല തന്തയില്ലായ്മകൾ കാണിക്കുകയും ഇത് ഓപ്പോസിറ്റ് സ്പാ തന്ന കൊട്ടേഷൻ ആണെന്ന് പറയുകയും ഇനി പോരാഞ്ഞിട്ട് 50,000 രൂപ തന്നു കഴിഞ്ഞില്ലെങ്കിൽ വെറുതെ വിടൂല, അങ്ങനെ ഇങ്ങനെയൊക്കെയുള്ള ഭീഷണികളും കാര്യങ്ങളും ഒക്കെ ആയിട്ട് സംഭവങ്ങൾ നടന്നിട്ടുണ്ട്. എന്തായാലും അവിടെ ഫ്രണ്ട് ഓഫീസിൽ ഇരുന്ന ക്രൂരമായി മോശം അനുഭവം ഉണ്ടായിട്ടുള്ള അതിജീവിത തന്നെയാണെന്ന് തന്നെ പറയേണ്ടി വരും. കാരണം മര്യാദയ്ക്ക് അവിടെ ഫ്രണ്ട് ഓഫീസിൽ ഇരുന്ന് ജോലി ചെയ്തുകൊണ്ടിരുന്ന പെണ്ണിന്റെ അടുത്ത് പോയിട്ട് ഈ നാറികൾ പോയിട്ട് മറ്റേ അടുത്ത പരിപാടി കാണിച്ചു കഴിഞ്ഞാൽ ആ പെൺകുട്ടി നമുക്കൊന്നും ചെയ്യാൻ പറ്റത്തില്ല. ഓക്കെ, ഒരു പെൺകുട്ടിയുടെ കൺസെന്റ് ഇല്ലാതെ അവളുടെ ദേഹത്ത് തൊട്ട് കഴിഞ്ഞാൽ അടിച്ച് അവന്റെ അലവ് കീറി അവനെ പിടിച്ച് അകത്തിട്ട് ചാമ്പി ഇടിച്ച് നൂത്തിട്ട് തൂക്കി തീർക്കേണ്ടതാണ്. അതാണ് ചെയ്യേണ്ടത്. ഇതിൽ ആദ്യം ന്യൂസ് ഒന്ന് കേട്ട് നോക്കാം. തിരുവല്ലയിലെ സ്പായിലുണ്ടായ നടുക്കുന്ന അതിക്രൂരമായിട്ടുള്ള പീഡനം അത് അതിജീവിത തന്നെ വിശദീകരിക്കുകയാണ് ഏഷ്യാനെറ്റ് ന്യൂസിനോട്. നേരിട്ട അതിക്രൂര പീഡനമെന്നാണ് ബലാത്സംഗത്തിനിരയായ അതിജീവിത പറയുന്നത്. കൊട്ടേഷനും ഗുണ്ടാ പിരിവുമാണ് നടന്നത്. കഴുത്തിൽ കത്തിവെച്ചാണ് ബലാത്സംഗം ചെയ്തത്. ഈ ബലാത്സംഗത്തിന്റെ വീഡിയോ ഫോണിൽ മരണ സുബിൻ ചിത്രീകരിക്കുകയും ചെയ്തു. സ്പായിൽ ഉണ്ടായിരുന്ന കസ്റ്റമറെ ഉപദ്രവിച്ച ശേഷം അയാൾക്കൊപ്പം കിടത്തിയും നഗ്ന ദൃശ്യങ്ങൾ പകർത്തി. സ്പായിലെ തന്റെ സഹപ്രവർത്തകയും പീഡനത്തിന് ഒത്താശ ചെയ്തു എന്നും അതിജീവിത പറയും. ഓക്കെ, മരണ സുബിൻ എന്ന് പറയുന്ന കാപ്പാ ലിസ്റ്റിലുള്ള ഒരു നാറിയാണ് ഈ പരിപാടി ചെയ്തിട്ടുള്ളത്. അവന്റെ നേതൃത്വത്തിലാണ് ഇമാതിരി തന്തയില്ലായ്മ അവിടെ നടന്നിട്ടുള്ളത്. ഒരു പെൺകുട്ടിയുടെ കൺസെന്റ് ഇല്ലാതെ അവളെ ഉപദ്രവിക്കുകയും വീഡിയോ എടുക്കുകയും അതുപോലെ അവിടെ വന്നിട്ടുള്ള കസ്റ്റമറിനെ വെച്ച് വീഡിയോ എടുക്കുകയും. ഞാൻ പറഞ്ഞില്ലേ, സ്പായിൽ നടക്കുന്നതെല്ലാം നല്ല കാര്യങ്ങളാണെന്നൊന്നും ഞാൻ പറയില്ല. കാരണം മിക്ക സ്പാകളിലും 99%, അതെന്തെന്നറിയാം, 1% ഇട്ട് പറയുന്നത്. അപ്പോഴും പറയും, നമ്മൾ അങ്ങനെയല്ല, നല്ല സ്പായാണ് നടത്തുന്നത് എന്ന് പറയുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ അവർക്ക് വേണ്ടിയിട്ടാണ് 1% ഞാൻ മാറ്റിയിട്ടിട്ടുള്ളത്. എങ്കിലും 99% സ്പാകളിലും നടക്കുന്നത് അപരാധങ്ങൾ തന്നെയാണ്. എന്നാൽ അവിടെ അപരാധം നടന്നാലും അത് അവരുടെ കൺസെന്റ് ഇല്ലാണ്ട് ദേഹത്ത് തൊട്ട് കഴിഞ്ഞാൽ പോക്കൃത്തനം എന്നേ പറയാൻ പറ്റത്തുള്ളൂ. അത് മറ്റേ പരിപാടി തന്നെയാണ്. അതുകൊണ്ട് ഇവന്മാരെ പിടിച്ചുകൊണ്ട് അകത്തിട്ട് കഴിഞ്ഞാൽ ഇവന്മാർക്കൊന്നും സംഭവിക്കില്ല എന്നുള്ള ചങ്കുറപ്പും ചങ്കൂറ്റും അവന്മാർക്കുണ്ട്. അല്ലെങ്കിൽ നിങ്ങളൊന്ന് ആലോചിച്ച് നോക്ക്, പട്ടാ പകൽ ഒരു സ്പായില എവിടെ സ്ഥലത്തോ കയറിയിട്ട് കത്തിയും വെച്ചിട്ട് ഇമാര് തന്തയില്ലായ്മ കാണിച്ച് വീഡിയോ പിടിച്ച് ഇവന്മാർ പൈസയും ചോദിച്ചിട്ട് ഇറങ്ങി പോകുന്നുണ്ടെങ്കിൽ അവന്മാർക്കറിയാം അവന്മാർക്കൊന്നും സംഭവിക്കത്തില്ലെന്ന്. അത്രയ്ക്ക് ഉറപ്പുള്ളത് കൊണ്ട് മാത്രമാണ് ആ കൊട്ടേഷനെ ഏറ്റെടുത്തുകൊണ്ട് അവന്മാർ ചെയ്തിട്ടുള്ളത്. ഇന്നത്തെ രാഷ്ട്രീയക്കാരന്മാരുടെ പിൻബലത്തിൽ ഇവന്മാരെ വെറുതെ വിട്ട് കഴിഞ്ഞാൽ നാളെ ഇനിയും ഒരുപാട് മരണ സുബിനും അതും ഇതുമൊക്കെ ഉണ്ടാവും.
ഇത് നമ്മുടെ കേരളമാണ്. ഇത് ബീഹാർ പോലെ ആക്കി കുളം തോണ്ടി വെക്കരുത്. ഇന്ന് ഇവിടെ ഭരിക്കുന്ന പാർട്ടിക്ക് വേണ്ടിയിട്ട് ഒത്താശ പിടിച്ചുകൊണ്ട് ഗുണ്ടാപ്പണി എടുത്ത് നടക്കുന്നവന്മാർ ഇവിടെ വളർത്തി വിട്ട് കഴിഞ്ഞാൽ നാളെ നമ്മുടെ സമൂഹവും ബീഹാർ പോലെ ആവും. ബീഹാറും അവിടെ ഇവിടെയൊക്കെ നടക്കുന്ന പോലത്തെ പല തന്തയില്ലായ്മകളും നടക്കുന്ന കേരളമായി മാറും. നമ്മുടെ നാട് മുടിഞ്ഞ് കുട്ടിച്ചോറായി നശിച്ച് നാറാണത്താവും. അതിനനുവദിക്കരുത്. ഇവിടെ ഇപ്പൊ ഈ സ്പായിൽ നടന്നിട്ടുള്ള ഒന്നാം തരം പ്രോകൃതന അതിന്റെ അപ്പുറമുള്ള തന്തയില്ലായ്മയാണ്. അതുകൊണ്ട് ശക്തമായിട്ടുള്ള രീതിയിൽ ഇവന്മാർക്കെതിരെ നടപടിയെടുത്ത് പുറം ലോകം കാണാത്ത രീതിയിൽ പൂട്ടണം. അല്ലെങ്കിൽ ഇനി നാളെ ഒരുപാട് മരണം സുബിനും അതും ഇതുമൊക്കെ ഉണ്ടാവും. എന്തോന്നടെ ഇവിടെ നടക്കുന്നത്. ഇപ്പൊ സ്പായിൽ നടന്നിട്ടുള്ള അപരാധങ്ങൾ എന്താണെന്ന് നമുക്ക് വരും ദിവസങ്ങളിൽ നോക്കാം. പക്ഷേ എന്തൊക്കെ പറഞ്ഞു കഴിഞ്ഞാലും അവിടെ കയറിയിട്ട് ഇമാതിരി ഒരു തന്തയില്ലായ്മ കാണിച്ചു കഴിഞ്ഞാൽ അത് സ്പായ ആയിക്കോട്ടെ ഏത് പോരെയായിക്കോട്ടെ എങ്കിലും സമ്മതിക്കാൻ പറ്റത്തില്ല. എന്തായാലും അവിടെ ഫ്രണ്ട് ഓഫീസിൽ ഉണ്ടായിരുന്ന ഈ പറയുന്ന മോശം ഒരു അനുഭവം ഉണ്ടായ അതിജീവിതമായിട്ടുള്ള പെൺകുട്ടി പറയുന്ന കാര്യങ്ങൾ നമുക്കൊന്ന് കേട്ടു നോക്കാം. ആ കൊച്ചു വരണ്ട കൊച്ചല്ല. പക്ഷേങ്കിൽ എന്റെ സംശയം എന്ന് വെച്ചാൽ ഞാൻ ഈ പീഡനം എല്ലാം ഇറങ്ങി കഴിഞ്ഞ് വെളിയിൽ വരുമ്പോ ആ കുട്ടി അവരുമായിട്ട് ഭയങ്കര ചിരിയും കളിയും വർത്താനും അവരുടെ ഒരാളായിട്ട് ഞാൻ ഇറങ്ങി വരുമ്പോ എന്നോട് പറഞ്ഞു, ചേച്ചി സോനപ്പന്റെ ആണോ കണ്ണന്റെ ആണോ, എല്ലാരും കൂട്ടുകാരാണെന്നാ പറയണത്. ഈ സോനപ്പനാണോ കണ്ണനാണോ ആരോ ഒരാൾ ഗുണ്ടയാ ഇവിടെ വന്നിരുന്ന് പറയാറുള്ളതാ. ബാംഗ്ലൂരിലെ സുബിനും ഗുണ്ടകളും വന്ന ഉടൻ തന്നെ പൈസ ആവശ്യപ്പെട്ടോ നേരത്തെ വന്നോയി? അന്ന് ആദ്യമായിട്ടാണോ വന്നത്? അന്ന് ആദ്യമായിട്ടാ സാറേ ഇവര് സുബിൻ ആദ്യമായിട്ട് ഇവിടെ വരുന്നത്. കാരണം നമ്മുടെ ഇവിടെ വന്ന് ഗുണ്ടകൾ വന്ന് ഞാൻ കണ്ടിട്ടുള്ളത് രാഹുൽ എന്ന് പറയുന്ന ഒരാളാ. രാഹുൽ പല പ്രാവശ്യം ഇവിടെ വന്നിട്ടുണ്ട്. അതായത് ഓണം ക്രിസ്മസ് ഒക്കെ ആകുമ്പോ ഇവിടെ വന്നിട്ടുണ്ട്. രാഹുലിന് എന്നെ അറിയാം. രാഹുൽ ഇവിടെ വന്ന് സാറിനോട് പൈസ അല്ലെങ്കിൽ നമ്മുടെ കൗണ്ടറിലുള്ള പൈസ നമ്മൾ കൊടുത്തു തരാറുണ്ട്. അല്ലെങ്കിൽ സാറ് രാഹുലിന് പൈസ കൊടുക്കുന്ന കാര്യം എനിക്കറിയാം. സുബിന് ആദ്യം 30 ചോദിച്ചു, അത് കഴിഞ്ഞ് 50 ചോദിച്ചു. അപ്പൊ ഞങ്ങളുടെ 3 പേരുടെയും കയ്യിൽ നിന്ന് 50 ചോദിച്ചിട്ടാണ് ഞങ്ങൾ വന്നു പോകുന്നവരാ, ഒരു പൈസയും ഞങ്ങളുടെ കയ്യിൽ ഇല്ല, ഞങ്ങൾ 10,000 രൂപയായിട്ടാ വന്നു പോകുന്നതാന്ന് പറഞ്ഞ അവന് മനസ്സിലായി. ഈ സ്വർണ്ണം എല്ലാം വരവാന്ന് മനസ്സിലായപ്പം അവൻ സാറിനോട് നീയൊക്കെ സാറിന് 3 ലക്ഷം രൂപ എടുത്ത് തന്നെ വേണം, ഇല്ലെങ്കിൽ ഈ എടുത്തു വെച്ചിരിക്കുന്ന വീഡിയോ എല്ലാം ലൈവായിട്ട് പോകുന്നും പറഞ്ഞു. ഉടമസ്ഥൻ പറഞ്ഞ മറ്റേ ടീമിന്റെ കൊട്ടേഷൻ ഉണ്ടോ? കൊട്ടേഷൻ ആണ് സുബിൻ എന്നോട് പറഞ്ഞു. കൊട്ടേഷൻ കിട്ടിയിട്ട് വന്നതാ, ഞാൻ 2 വർഷം ജയിലിലായിരുന്നു. 2 വർഷം എന്നല്ല 2 ദിവസമായുള്ള ഇറങ്ങിയിട്ടെന്നു. എന്നെ ഭയങ്കര വേദനിപ്പിച്ചിട്ടുള്ള പീഡനമായിരുന്നു. കാരണം പീഡിപ്പിച്ചെന്ന് പറഞ്ഞാൽ ഞാൻ ഭയങ്കരമായിട്ട് മാനസികമായിട്ട് ശാരീരികമായിട്ട് ഇപ്പോഴും ശരിയായിട്ടില്ല, ഫുഡ് കഴിച്ചിട്ടില്ല. അതുപോലെ വേദനയും മറ്റേ ഒരുപാട് ഗുളികകൾ വാങ്ങിച്ച് ഞാൻ കഴിച്ചുകൊണ്ടിരിക്കുക. എനിക്ക് ഒരു നിമിഷം ഇരിക്കാനോ നിൽക്കാനോ ഒന്നും പറ്റുന്നില്ല. അത്രയ്ക്ക് ഉപദ്രവിച്ച് അവൻ അവിടെ ചെയ്തത്. എന്നെയും അയാളെയും കൂടെ കിടത്തി കസ്റ്റമറിന് ഡ്രസ് ഇല്ലാതെ വീഡിയോ എടുത്തിട്ടുണ്ട്. പിന്നെ എന്റെ ഡ്രസ് ഇല്ലാതെ കൊണ്ടും വീഡിയോ എടുത്തിട്ടുണ്ട്. ഈ ബലാത്സംഗം ചെയ്തുകൊണ്ടിരിക്കുമ്പം വീഡിയോ എടുത്തിട്ടുണ്ട്. നമ്മള് കത്തി ഇങ്ങനെ തൊണ്ടക്കുഴി വെച്ചിട്ടാണ് ഇവന്മാര് ഡ്രസ്സ് ഊരിപ്പിച്ചത് തന്നെ. പക്ഷെങ്കിൽ കത്തി ഉള്ളതുകൊണ്ടാണ് നമ്മള് വേദനയെല്ലാം സഹിച്ച് ആ ബെഡിൽ കിടന്നത്. അവന്മാര് പറയുന്നുണ്ട് ബാക്കിയുള്ളവന്മാര് വെളിയിൽ പോയത് വാനിൽ വരും, വടിവാളൊക്കെ ആയിട്ട് വാനിൽ ഇപ്പൊ തന്നെ വരും, നിങ്ങളെ 3നെയും പൂശി ഇവിടെ ഇട്ടാല് ആരും അറിയത്തില്ല, ആരും ചോദിക്കാനും ഞങ്ങളോട് വരത്തില്ല, ഞങ്ങളെ പെട്ടെന്ന് ഇറങ്ങിപ്പോരുന്ന ടീമുകളാന്നൊക്കെ എന്നോട് പറയുന്നുണ്ട്. അത്രയ്ക്ക് ഉപദ്രവം അവരെന്നെ അതില്. പിന്നെ പറഞ്ഞു ഞങ്ങളെ പെട്ടെന്ന് ഇങ്ങോട്ട് ഇറങ്ങിപ്പോരുന്ന അതിലൊരു കാപ്പിപ്പൊടി കളറിലെ ബനിയനിട്ട കഴിഞ്ഞ ദിവസം വിഷയിൽ പോയില്ല, അതിന്റെ കാപ്പിപ്പൊടി കളറിലെ ബനിയനിട്ട ആ ചെറുക്കനാണ് എന്നോട് പറയുന്നത്, പുറത്തു പോയവന്മാര് വാനിൽ ഇപ്പൊ വരും വടിവാളുമായിട്ട്, ഞങ്ങളെ ആരും ഒന്നും ചെയ്യത്തില്ല, നിങ്ങളെ ഇവിടെ പൂശിയിട്ട് കഴിഞ്ഞാൽ ഞങ്ങളെ ആരും ഒന്നും ചെയ്യത്തില്ല, നിങ്ങൾ അങ്ങനെ ഇവിടെ മരിച്ചിവിടെ കിടക്കത്തുള്ളൂ, അത് വേണോ, ഇല്ലെങ്കിൽ നിന്റെയൊക്കെ ലൈവ് ഇപ്പൊ പോകും, പൈസ എടുക്കെന്ന് പറഞ്ഞു. പക്ഷെ എന്റെ ഫോണ് താഴെയായിരുന്നു, എന്റെ ഫോണിൽ പൈസ ഉണ്ടായിരുന്നു. അപ്പം ഈ കൊട്ടേഷനുമാണ് തിരുവനും വന്നതാണ്. തിരുവനും വന്ന തിരുവ 50,000 രൂപയെ ചോദിച്ചത്, സാറിനോട് 3 ലക്ഷം രൂപ ചോദിക്കണം. ഓക്കെ, ഈ മരണ സുബിനടക്കം വന്നത് ഒരു കൊട്ടേഷനുമാണ്, അതുപോലെ പൈസ പിരിവിനും കൂടി ചേർത്താണ് വന്നിട്ടുള്ളത്. ഒരു കാര്യം ഈ പെൺകുട്ടി പറഞ്ഞതിൽ നിന്ന് എനിക്ക് വ്യക്തമായിട്ട് മനസ്സിലായെന്ന് വെച്ച് കഴിഞ്ഞാൽ, രാഹുൽ എന്ന് പറയുന്ന വേറെ ഏതോ ഒരു ഗുണ്ടയും ഇതുപോലെ ഇവിടെ നിന്ന് പൈസ പിരിവ് നടത്തിയിട്ടുണ്ട്, അങ്ങനെ വന്ന് സാറിൻ്റെ നിന്ന് വാങ്ങാറുണ്ടെന്ന് പറയുന്നുണ്ട്. അതിനർത്ഥം അവിടെ നടക്കാൻ പാടില്ലാത്ത എന്തോ പരിപാടികളൊക്കെ നടക്കുന്നുള്ളത് കൊണ്ട് തന്നെ
വരുന്ന ഗുണ്ടകൾക്ക് അവർ പൈസ കൊടുത്ത് ഡീല് ചെയ്യുന്നുണ്ട് ഈ സ്പാക്കാർ എന്നുള്ളൊരു കാര്യം വ്യക്തമായിട്ട് മനസ്സിലാക്കാൻ സാധിക്കുന്നുണ്ട്. നടക്കാൻ പാടില്ലാത്ത ഇല്ലീഗൽ പരിപാടികൾ എന്തൊക്കെയോ അവിടെ നടക്കുന്നുണ്ട് എന്നുള്ളൊരു കാര്യം വ്യക്തമാണ്. അത് ഈ പെൺകുട്ടിയുടെ സംസാരത്തിൽ നിന്ന് നമുക്ക് മനസ്സിലാവും. അല്ലാത്ത പക്ഷം വല്ല ഗുണ്ടകൾക്കും വരിട്ട് പൈസ കൊടുക്കേണ്ട എന്ത് കാര്യമാണ് ഇത്? പണ്ട് മറ്റേ മോഹൻലാലിന്റെ ഒക്കെ പടത്തില് മറ്റേ മുംബൈയിലൊക്കെ വെച്ചിട്ടുള്ള സീൻ, ആ പടം മറന്നുമില്ല. അപ്പോൾ ഈ ഓരോ കടയിൽ പോയിട്ട് പിരിവ് നടത്തുന്ന പോലെ എന്തായാലും ഇവിടെ കേരളത്തിൽ നടക്കത്തില്ല. അപ്പൊ ഇവിടെ ഇങ്ങനെ പിരിവ് നടക്കുന്നുണ്ടെങ്കിൽ ഈ പിരിവ് കൊടുക്കുന്നവരുടെ ഭാഗത്ത് എന്തൊക്കെയോ മിസ്റ്റേക്ക് ഉണ്ട്. അതുകൊണ്ട് തന്നെ വായും പൂട്ടി നിന്നും കൊണ്ട് അവർ ഈ ഗുണ്ടകൾക്ക് പൈസ കൊടുക്കാറുണ്ട് എന്നുള്ളൊരു കാര്യം വ്യക്തമാണ്. പക്ഷെ എന്തൊക്കെ പറഞ്ഞു കഴിഞ്ഞാലും ഈ നാറികൾ ഇവരോട് കാണിച്ചിട്ടുള്ളത് തന്തയില്ലായ്മ തന്നെയാണ്. അതിൽ ഒരു മാറ്റവും. കാരണം ആ പെൺകുട്ടിയുടെ കൺസെന്റ് ഇല്ലാണ്ട് ആ പെൺകുട്ടിയെ പീഡിപ്പിക്കുകയും അതുപോലെ തന്നെ അവിടെ വന്നിട്ടുള്ള കസ്റ്റമറിനെ വെച്ചിട്ട് വീഡിയോ അടക്കം എടുക്കുന്ന തന്തയില്ലായ്മ തന്നെയാണ്. അതിൽ ഒരു മാറ്റവും. തക്കതായ ശിക്ഷ ഇന്ന് ഈ നാറിയ ഗുണ്ടകൾക്ക് കൊടുത്തില്ലെങ്കിൽ ഈ രാഷ്ട്രീയക്കാരന്മാരുടെ പിൻബലത്തിൽ യവന്മാരെ വീണ്ടും പുറത്തിറക്കി വിട്ട ഇത് തനി ബീഹാർ പോലെയായി മാറും നമ്മുടെ കേരളം എന്നതിൽ ഒരു സംശയമില്ല. ഇവിടെ വെറും ഗുണ്ടാ ഭരണത്തിൽ മാത്രമായി മാറും. രാഷ്ട്രീയക്കാരന്മാരുടെ വെറും ഗുണ്ടാ വിളയാട്ടം മാത്രമായി നമ്മുടെ കൊച്ചു കേരളം മാറും എന്നുള്ളതിൽ ഒരു മാറ്റവുമില്ല. അതുകൊണ്ട് ദയവ് ചെയ്തിട്ട് ഈ നാറികളെ ശിക്ഷിക്കുക, തക്കതായ ശിക്ഷ കൊടുക്കുക. ഇതുപോലുള്ളവന്മാരെ കുറെ ദിവസം കഴിഞ്ഞ് ജാമ്യത്തിലും പരോളിലും പുറത്ത് വിടാണ്ട് യുവമാരെ പിടിച്ച് അകത്തിട്ട് തക്കതായ ശിക്ഷ കൊടുത്ത് തൂക്കി തീർക്കേണ്ടവന്മാരെ തൂക്കി തന്നെ തീർക്കണം. ഒരു കുഴിയെടുക്കേണ്ട പാടല്ലേ ഉള്ളൂ. അല്ലെങ്കിൽ ഇന്നത്തെ കാലത്ത് എരിച്ചു കളഞ്ഞാൽ മതി ഇതുപോലെ തീർക്കുന്നവന്മാരെ. അതുകൊണ്ട് വലിയ പാടൊന്നുമില്ല. ഇവിടെ ഇനിയിപ്പം കുഴിച്ചിട്ട് ഭൂമി വേസ്റ്റ് ആവുമെന്നും അങ്ങോട്ട് ചിന്തിക്കേണ്ട. അതുകൊണ്ട് ഇതുപോലുള്ള നാറുകൾക്കെതിരെ തക്കതായ ശിക്ഷ എടുക്കണം, ശിക്ഷ കൊടുക്കണം എന്ന് തന്നെയാണ് എനിക്ക് പറയാനുള്ളത്. ഇത് ചെറിയൊരു കേസൊന്നുമല്ല. ഇനി ഈ സ്പായുടെ ഉടമസ്ഥനായിട്ടുള്ള വ്യക്തി പ്രതികരിക്കുന്നുണ്ട്. അങ്ങേര് പറയുന്ന കാര്യങ്ങളൊക്കെ എനിക്ക് കേട്ടപ്പോ ഓക്കെ, പക്ഷെ സ്പായിൽ എന്തൊക്കെയോ ഇല്ലീഗൽ പരിപാടികൾ നടക്കുന്നുണ്ടെന്നുള്ളൊരു കാര്യമാണ് നമുക്കൊരു തോന്നലിൽ തോന്നുന്നത്. അല്ലാത്ത പക്ഷം ഈ ഉടമസ്ഥൻ എന്തിനാണ് കണ്ട ഗുണ്ടകൾക്ക് പൈസ വാരി എറിയുന്നത്? നമ്മളുടെ ഭാഗത്ത് ശരിയുണ്ടെങ്കിൽ നമ്മൾ കണ്ടവന്മാരെ പേടിച്ച് പൈസ കൊടുക്കേണ്ട കാര്യമില്ല അല്ലെ? അല്ലെങ്കിലാണ് നമ്മൾ പേടിച്ച് പൈസ കൊടുക്കേണ്ട ഒരു സിറ്റുവേഷനിലോട്ട് വരുന്നത് എന്നാണ് ഞാൻ മനസ്സിലാക്കിയത്. എന്തായാലും നമുക്ക് ഓണർ പറയുന്നത് കേട്ട് നോക്കാം. അത് കൊട്ടേഷൻ കൊടുത്തതാണ്. വേറെ സ്ഥാനമുണ്ടല്ലോ, അവര് കൊട്ടേഷൻ കൊടുത്തതാണ്. അതായത് അല്ലാതെ നമ്മുടെ മറ്റുള്ള പിരിവിനൊന്നല്ല, പിരിവ് വെച്ചാൽ പിരിവിച്ചിട്ട് പോയപ്പോഴേ നമ്മുടെ തർക്കം വേണ്ടിട്ട് കൊട്ടേഷൻ കൊടുത്തതാണ്. ആ കൊട്ടേഷൻ വന്നിട്ട് നമ്മൾ 2 മണിക്കൂർ നമ്മുടെ ഡോറ് വന്നിട്ട് ഡോറും കളച്ച്. അല്ലാതെ നമ്മൾ ചുമ്മാ മറ്റുള്ള ഗുണ്ടാപിരിവിന്റെ സ്കീമല്ല. നമ്മുടെ തന്നെ ഈ കേസ് മാറ്റാൻ വേണ്ടിയിട്ട് ഈ തന്നേക്കുന്ന ടീമില്ലേ അവർ തന്നെ ഓപ്പറേറ്റ് ചെയ്യുക. ആ കൊട്ടേഷൻ കൊടുത്തതെന്ന് വെച്ചാൽ നമ്മുടെ അവരുടെ സ്റ്റാഫാണ് നമ്മുടെ ടീമിൽ കയറിയിട്ട് അവരാണ് ഓപ്പറേറ്റ് ചെയ്ത്. ഇത് മറ്റേ ഗുണ്ടാപിരിവ് നമ്മൾ മാറ്റുവാണ് സംഭവം. വെച്ചാൽ അവരും ബാക്കി ആൾക്കാർ കേസ് വരുന്നില്ലല്ലോ. അവരുടെ പരിപാടി എന്ന് വെച്ചാൽ എല്ലാ സ്ഥാനത്തും ഇതുപോലെ പൊട്ടിച്ചാണ് അവർ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത്. ഇത് പോലീസെടുത്ത് നമ്മൾ പറഞ്ഞിട്ടുണ്ട്, അവരത് കേൾക്കുന്നില്ല സംഭവം. എല്ലാരും പൈസ കൊടുക്കുന്നതല്ലേ, പൈസ ആ സ്കീമാണ് പോലീസുകാരും. അപ്പോൾ ചിലപ്പോൾ പൈസ സ്കീമല്ലേ സംഭവം. ഞാനെല്ലാം പറഞ്ഞു കഴിയുമ്പോഴത്തേക്കും മൈൻഡ് ചെയ്തില്ല സംഭവം. ഓക്കെ, ഇവിടെ ഈ സ്പായുടെ ഓണറായിട്ടുള്ള വ്യക്തി പറഞ്ഞു വെക്കുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ പോലീസുകാർ മൈൻഡ് ചെയ്യില്ല. ഇത് ഈ പണം എന്ന് പറയുന്ന സാധനം എല്ലായിടത്തും അങ്ങോട്ട് ഡിസ്ട്രിബ്യൂട്ട് ആവും. പിന്നെ എല്ലാവരും നിൽക്കേണ്ട നിലയ്ക്ക് നിൽക്കും. അതുപോലെ തന്നെ ഞാൻ മനസ്സിലാക്കിയൊരു കാര്യം, ഇനിയിപ്പോൾ ഈ കത്തി നിൽക്കുന്ന വിഷയമായിട്ട് മാറും. കുറച്ച് ദിവസം കഴിഞ്ഞിട്ട് ഈ ഗുണ്ടകളും അവന്മാരും ഒക്കെ തന്നെ നമ്മളാരും അറിയത്തില്ല ന്യൂസുകളുടെ അപ്ഡേഷനൊന്നും. ഇവരങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ പൈസ കൊടുത്ത് സെറ്റിൽമെന്റ് ചെയ്ത് നൈസായിട്ട് അവന്മാർ പുറത്തിറങ്ങിപ്പോവും. അതാണ് അടുത്ത് നടക്കാൻ പോകുന്ന ഒരു കാര്യം എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. അങ്ങനെയൊക്കെ തന്നെയാണ് ഇവിടെ നടക്കും, അല്ലാണ്ട് വേറെ ഒന്നും നടക്കാൻ പോകുന്നില്ല. ഇനി അവർക്ക് പരാതിയില്ല, ഇവർക്കും പരാതിയില്ലെന്ന് പറഞ്ഞാൽ പിന്നെ കോടതിക്ക് എന്നാ പരാതി? ആർക്കെങ്കിലും പരാതി ഉണ്ടോ? ഇല്ല. അതുകൊണ്ട് സെറ്റിൽമെന്റുകളൊക്കെ ഇതിന്റെ അടിയിൽ കൂടി നമ്മൾ ആരും അറിയാണ്ട് നടക്കും. ഊരിപ്പോകേണ്ടവരൊക്കെ നൈസായിട്ട് ഊരിപ്പോകും. പക്ഷെ ഇങ്ങനെ ഒരു സംഭവം നടന്ന സ്ഥിതിക്ക് നമ്മുടെ നിയമം ഇപ്പൊ തന്നെ ശിക്ഷ കൊടുത്ത് ഇവന്മാരങ്ങ് തീർക്കുക, അതാണ് ചെയ്യേണ്ടത്. പക്ഷെ അങ്ങനെ ചെയ്യില്ല എന്നും വ്യക്തമായിട്ട് നമുക്കറിയാം. ഇവിടെ നടക്കാൻ പാടില്ലാത്ത പല പരിപാടികളും ഇല്ലീഗൽ പരിപാടികളും നടക്കുന്നുണ്ട്. പക്ഷെ ഇവിടെ രാഷ്ട്രീയക്കാരുടെ ബലവും പോലീസുകാരുടെ അതൊക്കെ കാരണം അതങ്ങനെ തട്ടിമുട്ടി അങ്ങ് പോവും. നടക്കേണ്ടതെല്ലാം നടക്കും. സാധാരണക്കാരായ ജനങ്ങൾ മാത്രം ഇതെല്ലാം കണ്ടുപോവാ, മറ്റാണ് മറിച്ചാണെന്ന് വിഡ്ഢികളായിക്കൊണ്ടിരിക്കും. ബാക്കി ന്യൂസ് ആദ്യം ഒന്ന് കേട്ടു നോക്കാം. കൊടും ക്രിമിനലാണ് ഈ മരണസുബിൻ എന്ന സുബിൻ അലക്സാണ്ടർ. ഒരുപാട് കേസുകൾ ഈ തിരുവല്ല സ്റ്റേഷനിൽ തന്നെയുണ്ട്. അങ്ങനെ ഒരു കൊടും ക്രിമിനലാണ് ഇത്തരത്തിൽ ഫെബ്രുവരി 1-ാം തീയതി ഉച്ചയ്ക്ക് ഈ സ്പായിൽ കയറി. ഈ സ്പായിലെ ടെലികോളറായി ജോലി ചെയ്യുകയാണ് ഈ അതിജീവിത. മറ്റ് തെറാപ്പിസ്റ്റുകളടക്കമുള്ള മറ്റ് ജീവനക്കാരുമുണ്ട് അവിടെ. അധികം ആളുകളില്ലെങ്കിൽ പോലും നഗരത്തിൽ അല്പം മാറി സ്ഥിതി ചെയ്യുന്നൊരു സ്പായാണ്. അപ്പോൾ അവിടെയാണ് ഈ അതിക്രമം ഉണ്ടായത്. അപ്പോൾ ഈ അതിക്രമം നേരിട്ട ഈ അതിജീവിതയാണ് ഇപ്പോൾ നമ്മളോട് സംസാരിച്ചത്. അതിക്രൂരമായ പീഡനം ഈ സുബിനിൽ നിന്ന് ഏറ്റുവാങ്ങേണ്ടി വന്നു എന്നുള്ളതാണ് അതിജീവിത പറയുന്നത്. കഴുത്തിൽ
കഴുത്തിൽ കത്തി വെച്ചാണ് ബലാത്സംഗം ചെയ്തത്. ആ ബലാത്സംഗം അത്രയും അയാൾ ഫോണിൽ ഷൂട്ട് ചെയ്തു, സെൽഫി എടുക്കുന്നു, വീഡിയോ എടുക്കുന്നു. മാത്രമല്ല ആ സ്പായിൽ ആ സമയത്തൊരു കസ്റ്റമർ ഉണ്ടായിരുന്നു. ആ കസ്റ്റമറെയും ക്രൂരമായി ഇയാൾ തല്ലിച്ചതച്ചു. അതിനുശേഷം കസ്റ്റമറെ നഗ്നനായി കിടത്തി, ഒപ്പം തന്നെയും അയാൾക്കൊപ്പം നിർത്തി വീഡിയോയും ഫോട്ടോസും എടുത്തു. പുറത്തു പറഞ്ഞാൽ കൊല്ലുമെന്ന് ഭീഷണിപ്പെടുത്തുന്നു. മാത്രമല്ല ഉന്നത സ്വാധീനം പോലീസിലും രാഷ്ട്രീയ തലത്തിലുമൊക്കെ തനിക്കുണ്ട്. താൻ 2 ദിവസം മുൻപ് ജയിൽ കാപ്പ കഴിഞ്ഞ് ഇറങ്ങിയതേ ഉള്ളൂ, ഇനിയും ആയാൽ പോലും തന്നെ ആരും ഒന്നും ചെയ്യില്ല എന്ന് ഭീഷണിപ്പെടുത്തിയാണ് സ്പായിൽ നിന്ന് പോകുന്നത്. 2 കാര്യങ്ങളാണ് ഈ ജീവനക്കാരിയുടെ കാര്യത്തിൽ നമുക്ക് മനസ്സിലാകുന്നത്. ഒന്ന്, പോലീസ് പറഞ്ഞതുപോലെ തന്നെ ഗുണ്ടാപിരിവ് ആവശ്യപ്പെടുന്നു. 50,000 രൂപ ആവശ്യപ്പെട്ടാണ് അവിടെ എത്തിയത്. അപ്പോൾ അവിടെയുള്ള ജീവനക്കാർ പറഞ്ഞു അവരുടെ കയ്യിൽ പണമില്ല, അവരുടെ കയ്യിൽ ആകെ തുച്ഛമായ പണം മാത്രമാണുള്ളത്. ഉടമസ്ഥൻ മറ്റൊരു സ്ഥലത്തുള്ള ആളാണ്, തൃശ്ശൂർ സ്വദേശിയാണ്, അതുകൊണ്ട് തങ്ങളുടെ കയ്യിൽ പണമില്ലെന്ന് പറഞ്ഞു. അത് കേൾക്കാതെയാണ് ഭീഷണിയും പിന്നീട് ഈ ബലാത്സംഗവും ഉണ്ടായത്. മറ്റൊരു കാര്യം, സുബിൻ തന്നെ ഈ അതിജീവിതയോട് പറഞ്ഞു അത്രേ, ഇതൊരു കൊട്ടേഷൻ കൂടിയാണ് ഞങ്ങൾ വാങ്ങി വന്നിരിക്കുന്നത്. അതായത് നേരത്തെ ഈ സ്പായുടെ ഉടമസ്ഥൻ നമ്മളോട് പറഞ്ഞിരുന്നു, ഈ സ്പായ്ക്ക് എതിരാളികളായ ചില മറ്റു സ്പാകളുണ്ട് തിരുവല്ലയിൽ, അവർ നൽകിയ കൊട്ടേഷനാണെന്ന് ഈ ഉടമ ആരോപിച്ചിരുന്നു. ആ കാര്യവും ഈ അതിജീവിത ഇപ്പോൾ പറയുന്നുണ്ട്. അപ്പോൾ 2 കാര്യങ്ങൾ, ഒന്ന് ഗുണ്ടാപിരിവിനായി എത്തി, മറ്റൊന്ന് കൊട്ടേഷൻ. ഈ 2 കാര്യങ്ങളാണ് അതിജീവിതയും ശരിവെക്കുന്നത്. ഒപ്പം തന്നെ അവർക്ക് നേരിട്ട ക്രൂരമായ പീഡനത്തെക്കുറിച്ചും അവർ പറയുന്നു. ഇപ്പോഴും അതിൻ്റെ ട്രോമയിലാണ്. അതിക്രൂരമായി തന്നെ പീഡിപ്പിച്ചു. മാത്രമല്ല പല രീതിയിൽ അവരെ വീഡിയോ എടുക്കുകയും കസ്റ്റമർക്കൊപ്പം കിടത്തി വീഡിയോ എടുക്കുന്നു, പല രീതിയിലുള്ള നഗ്നദൃശ്യങ്ങൾ ചിത്രീകരിച്ചു വെക്കുന്നു. ആ രീതിയിൽ വലിയ ഒരു ഭയചകിതമായ കാര്യങ്ങൾ 2 മണിക്കൂറിലധികം ചെയ്ത ശേഷമാണ് ഈ സുബിനും കൂട്ടാളികളായ 5 പേരും, ആകെ 6 പ്രതികളാണ് ഈ കേസിലുള്ളത്, അവർ ഈ സ്പായിൽ നിന്ന് പോയത്. എന്തായാലും ഇതിൽ മറ്റൊരു പ്രധാനപ്പെട്ട വിഷയമുള്ളത്, ഈ ഉന്നത സ്വാധീനത്തെക്കുറിച്ച് സുബിൻ പലപ്പോഴായി പറയുന്നുണ്ട്. അതിന് വിചിത്രമായി മറ്റൊന്നുമില്ല. കാരണം ഈ സ്റ്റേഷനിൽ തന്നെ ഒരുപാട് കേസുകൾ അയാൾക്കെതിരെയുണ്ട്. കാപ്പ കഴിഞ്ഞ് ഇറങ്ങിയ ആളാണ് സുബിൻ. അപ്പോൾ പലപ്പോഴും ഈ സ്വാധീനത്തിന്, രാഷ്ട്രീയ സ്വാധീനത്തിൻ്റെയൊക്കെ പിൻപറ്റിയാണ് ഈ സുബിനെ പോലുള്ള ക്രിമിനൽസ് തിരുവല്ലയിൽ തഴച്ചു വളരുന്നത്. ഒരു വേള അതിൽ പോലീസിൻ്റെയും ഒരു രാഷ്ട്രീയ നേതൃത്വത്തിൻ്റെയും കൂട്ടുകെട്ട് പോലും പലരും ആക്ഷേപിച്ചിരുന്നു. പ്രത്യേകിച്ച് നമ്മൾ മനസ്സിലാക്കുന്നത് തന്നെയാണ്, ഈ സ്പായുമായി ബന്ധപ്പെട്ട് ഇതുപോലുള്ള സ്പാകളിൽ പോലീസുകാരായ ചില ആളുകളും മാസപ്പടിക്കാൻ ചെല്ലാറുണ്ടെന്നും അവരും അവിടെ നിത്യ സന്ദർശകരാണെന്നുമുള്ള വിവരങ്ങളും പുറത്തു വരുന്നുണ്ട്. അതിൽ പോലീസിന്റെ ആഭ്യന്തര അന്വേഷണം നടക്കുന്നുണ്ട്. അപ്പോൾ ഇതിലൊരു കൂട്ടുകെട്ടുണ്ട് എന്ന് ഈ അതിജീവിയുടെ വാക്കുകളിൽ നിന്ന് കൂടി നമുക്ക് മനസ്സിലാക്കുന്നു. അതായത് മരണസുബിന്റെ കോൺഫിഡൻസ്, മരണസുബിൻ ചെയ്യുന്ന ഈ കൊടും കുറ്റകൃത്യങ്ങൾക്ക് അയാൾക്ക് ബലമേകുന്നത് രാഷ്ട്രീയ പോലീസ് ഉന്നതരുടെ പിൻബലമാണ് എന്ന് വ്യക്തമാണ്. അല്ലെങ്കിൽ തിരുവല്ല സ്റ്റേഷനിലെ പോലീസുകാരുടെ ഒരു കൂട്ടുകെട്ട് ഇതിനുണ്ട് എന്ന് സംശയിക്കേണ്ടി വരും. പ്രത്യേകിച്ച് ഇതിന്റെ കേസ് വന്നതും ആദ്യം മൊഴി വന്നതും പിന്നീട് FIR വന്നതും ഒക്കെ പരിശോധിക്കുമ്പോഴും അത് സംശയമുണ്ട്. എന്തായാലും നിങ്ങൾക്ക് എന്താണ് ഇതിൽ നിന്ന് മനസ്സിലായത്? എനിക്ക് മനസ്സിലായ ഒരു കാര്യം ഞാൻ പറഞ്ഞുതരാം. ഇതിന്റെ പിന്നിൽ പോലീസുകാരും ഉണ്ട്, ഗുണ്ടകളും ഉണ്ട്, രാഷ്ട്രീയക്കാരും ഉണ്ട്, എല്ലാവരും ഉണ്ട്. എല്ലാവരുടെ അറിവോടുകൂടി തന്നെയാണ് ആ സ്പായ് അവിടെ പ്രവർത്തിച്ചു പോകുന്നത്. ഇവരുടെ എല്ലാവരുടെയും സപ്പോർട്ട് ഇല്ലാണ്ട് അവർക്ക് ഇങ്ങനെ ഒരു പരിപാടി നടത്തി കൊണ്ടുപോകാനും പറ്റത്തില്ല. അത് വേറൊരു സത്യം. ഇനി ഇതൊന്നും പോരാഞ്ഞിട്ട് ഈ സ്പായില് വന്നു പോയ ഒരു കസ്റ്റമർ ഉണ്ട്, അങ്ങേരെയും പിടിച്ചു നിർത്തി വീഡിയോ എടുപ്പിച്ച് വിട്ടിട്ടുണ്ട്. അവിടെ ഉണ്ടായിരുന്ന ആ സ്റ്റാഫിനെയും പിടിച്ചു നിർത്തി അവരാധങ്ങൾ കാണിച്ചു. ഇവന്മാര് വിചാരിച്ചെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ഗുണ്ടകള് ഇവരിങ്ങനെ ഒരു സംഭവം വന്നു കഴിഞ്ഞാൽ പരാതിപ്പെടില്ല എന്ന് ഇവന്മാർ വിചാരിച്ചു. കാരണം ഇവിടെ നടക്കുന്ന പരിപാടികൾ മറ്റേതാണെങ്കിൽ അവര് ഈ പരിപാടിയൊക്കെ നടക്കുന്നതുകൊണ്ട് ഇങ്ങനെ പുറത്തു പോയി കേസ് കൊടുക്കുകയോ അല്ലെങ്കിൽ ഇതിങ്ങനെ ഒരു വിഷയമാകുമോ എന്ന് അവന്മാർ വിചാരിച്ച് കാണത്തില്ല. ഈ ഗുണ്ടകൾ അവിടെയാണ് അവന്മാർക്ക് തെറ്റിയത്. അവരെന്തായാലും കേസ് കൊടുത്തതിൽ ഒരിക്കലും അവരെയും തെറ്റു പറയത്തില്ല. പിന്നെ ഒരു പെണ്ണിന്റെ കൺസെന്റ് ഇല്ലാതെ അത് ഇനിയിപ്പോൾ എന്ത് തന്തയില്ലായ്മ അവർ നടത്തണം എന്ന് പറഞ്ഞാലും ഒരു പെണ്ണിന്റെ കൺസെന്റ് ഇല്ലാതെ അവളെ തൊട്ട് കഴിഞ്ഞാൽ അത് തന്തയില്ലാത്ത പരിപാടി തന്നെയാണ്. അവന്മാർക്കെതിരെ തക്കതായ ശിക്ഷ എടുക്കണം, ശിക്ഷ കൊടുക്കണം. ശിക്ഷ കൊടുക്കുകയില്ല എന്നുള്ളതാണ് നമുക്ക് ഡൗട്ട്. അറിയാൻ പാടില്ല. ഇവന്മാരൊക്കെ ഇനിയും പുറത്തിറങ്ങും. കാപ്പാ ലിസ്റ്റിലുള്ളവൻ, കാപ്പാ ലിസ്റ്റ് കാപ്പാ ലിസ്റ്റിൽ അവൻ വരണമെങ്കിൽ അവൻ എന്തുമാത്രം തന്തയില്ലാത്ത പരിപാടി കാണിക്കുന്നവനെന്ന് നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കും. അങ്ങനെയുള്ള കാപ്പാ ലിസ്റ്റിൽ വന്നവൻ വീണ്ടും പുറത്തിറങ്ങിയിട്ട് അവൻ വീണ്ടും ഈ പരിപാടി തന്നെയാണ് ചെയ്യുന്നത്. എന്തുകൊണ്ട്? അവനറിയാം അവനൊരു ചുക്കും സംഭവിക്കാൻ പോകുന്നില്ല. അവൻ എവിടെ ഏത് ജയിലിൽ പോയാലും ഏത് ഉഗാണ്ടയിൽ പോയി കഴിഞ്ഞാൽ അവനെ ഇറക്കാനായിട്ടും അവനെ തിരിച്ചു കൊണ്ടുവരാനായിട്ടും ഇവിടെ ഉന്നതന്മാരുണ്ട് എന്നുള്ളൊരു ബോധം അവനുള്ളത് കൊണ്ട് തന്നെ അവനൊക്കെ ധൈര്യമായിട്ട് വീണ്ടും ഇമാതിരി പരിപാടി തന്നെ ചെയ്തുകൊണ്ടിരിക്കും. അത് തന്നെയാണ് ഇവിടെ നടക്കുന്നത്. പക്ഷെ ഞാൻ ഒരു കാര്യം പറയാം, യുവമാരെ പോലുള്ളവന്മാരെ വളർത്തി വിട്ട് കഴിഞ്ഞാൽ രാഷ്ട്രീയക്കാരന്മാരെക്കാളും കൊടും വിഷങ്ങളായി യുവമാർ മാറും. നാളെ ഈ സമൂഹവും നമ്മുടെ കൊച്ചു കേരളവും ബീഹാർ പോലെ ആയി മാറുമെന്നുള്ളതിൽ ഒരു സംശയവും വേണ്ട. ഇവിടെ ഉള്ളവന്മാരെല്ലാം കൂടി ഭരിച്ച് ഈ നാട് നശിപ്പിക്കും എന്നുള്ള കാര്യത്തിൽ ഒരു സംശയം വേണ്ട. അമ്മാതിരി പരിപാടികളാണ് നടക്കുന്നത്. അടിച്ചടിച്ച് സ്പായിൽ കയറി വഴിയായി. സൂപ്പർ, വെൽ ഡൺ മൈ ബോയ്സ്. ഒരു രക്ഷയില്ലാത്ത പരിപാടികളും കാര്യങ്ങളുമാണ് നമ്മുടെ കൊച്ചു കേരളത്തിൽ നടന്നുകൊണ്ട് പോകുന്നത്. ഞാനൊരു കാര്യം പറയാം. ഇവിടെ ഒരു വ്യക്തിയുടെ വീഡിയോ എടുത്തു എന്നുള്ളൊരു കാര്യം പുറത്തു വരുന്നുണ്ട്. അതായത് അവിടെ വന്നിട്ടുള്ള ഒരു കസ്റ്റമറിന്റെ വീഡിയോ, ആ വീഡിയോ എങ്ങാണ്ട് പുറത്ത് വിട്ട് കഴിഞ്ഞാലുള്ള അവസ്ഥ നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കും. ഈ നാറികൾ അത് പുറത്ത് വിട്ട് കഴിഞ്ഞ് ആ വ്യക്തിയുടെ ഫേസ് എക്സ്പോസ് ആയി, ആ വ്യക്തിയുടെ കുടുംബം ഇതറിഞ്ഞ്, ആ വ്യക്തിക്ക് ഭാര്യയും മക്കളും ഒക്കെ ഉണ്ടെങ്കിൽ ഓക്കെ, അങ്ങനെ ഒരു നേരത്തെ പരിപാടിക്ക് വേണ്ടിയിട്ടോ സുഖത്തിന് വേണ്ടിയിട്ടോ വന്നു കാണും. പക്ഷെ അതിന്റെ പേരിൽ അങ്ങേരുടെ കുടുംബക്കാരറിഞ്ഞ് അങ്ങേരെ അവസാനം സ്വയം ജീവൻ ഒടുക്കി കഴിഞ്ഞാൽ ഉള്ള അവസ്ഥ നിങ്ങളൊന്ന് ആലോചിച്ച് നോക്ക്. ഇവിടെ ഷിംജിത എന്ന് പറയുന്ന ഒരു കടയാടി മോള്, ഒരു നിരപരാധിയായ ദീപക് എന്ന് പറയുന്ന വ്യക്തിയെ
ഇല്ലാത്തൊരു കണ്ടന്റ് ഉണ്ടാക്കി ഒരു വീഡിയോ എടുത്തിട്ടപ്പോൾ പോലും ആ വ്യക്തി സ്വയം ജീവനൊടുക്കി. നാണക്കേട് എന്ന് പറയുന്ന ഒരു സാധനം നെഞ്ചത്തോട്ട് വീഴുമല്ലോ എന്ന് പറഞ്ഞ് സ്വയം ജീവനൊടുക്കി. എന്നാൽ നിങ്ങളൊന്ന് മറിച്ച് ചിന്തിച്ചു നോക്ക്. ഇവിടെ ഈ വ്യക്തിയുടെ വീഡിയോ ഇതുപോലെ പുറത്തു വന്നു കഴിഞ്ഞാൽ മറ്റൊരു ദീപക്കായില്ലെങ്കിലും മറ്റൊരു മരണം കൂടി ആവും. സ്വയം ജീവനൊടുക്കും, അതിൽ സംശയമൊന്നും വേണ്ട. ഇപ്പൊ തന്നെ ആ വ്യക്തി എത്രത്തോളം മാനസികമായിട്ട് തളർന്നിരിക്കുന്നതായിരിക്കുമെന്ന് നിങ്ങൾ തന്നെ ഒന്ന് ചിന്തിച്ചു നോക്ക്. ആ വീഡിയോയും കൂടി പുറത്തു വന്നു കഴിഞ്ഞാൽ സമൂഹത്തിന്റെ മുന്നിൽ നോക്കാൻ പറ്റാതെ സ്വയം ജീവൻ കൊടുക്കുന്ന ഒരു അവസ്ഥയിലോട്ട് പോകും. ദയവേദിട്ട് ഇനി അങ്ങനെ ഒരു വീഡിയോ വന്നു കഴിഞ്ഞാലും ആ വ്യക്തിയോട് എനിക്ക് പറയാനുള്ള, തളരരുത്. ഒരു നേരത്തെ എടുത്ത് ചാട്ടത്തിൽ സ്വയം ജീവൻ ഒടുക്കി തീരരുത്. സമൂഹം ചെളിവാരി എറിയുമെന്നുള്ള ഒരു ബോധ്യം തനിക്കുണ്ട്. എന്നാൽ അങ്ങനെ ഒരു ബോധ്യം ഉണ്ടായിരുന്നെങ്കിൽ ഇങ്ങനെ ഒരു പരിപാടിക്ക് പോകരുതായിരുന്നു. ഇനി പോയി എന്തായാലും ഏറിപ്പോയി പണി കിട്ടിയാലും സ്വയം ജീവനൊടുക്കി തീർക്കരുത്. പക്ഷെ അങ്ങനെ ഒരു സ്വയം ജീവനൊടുക്കി ആ വ്യക്തി തീർന്നു കഴിഞ്ഞാൽ നിങ്ങളൊന്ന് ആലോചിച്ച് നോക്ക്, ഞാൻ പറയാതെ തന്നെ. എന്തായാലും ഇത്തരം സ്പാകൾ ഒരിക്കലും നമുക്ക് നിർത്താൻ പറ്റത്തില്ല. പക്ഷേ ഇതുപോലത്തെ തന്തയില്ലായ്മകൾ അവിടെ കാണിക്കാതിരിക്കുക. ഇതുപോലുള്ള ഗുണ്ടാ വിളയാട്ടങ്ങളും അതും ഇതുമൊക്കെ നടത്താതിരിക്കുക. എല്ലാ സ്പാകളിലും എന്ന് ഞാൻ പറയില്ല, 99.9%. പോയിന്റ് ഇട്ട് പറയുന്നത് വെറുതെ അല്ല, ചുമ്മാ. ഓക്കെ, അങ്ങനെ മിക്ക 99.9% സ്പാകളിലും അപരാധങ്ങൾ നടക്കാറുണ്ട്. അങ്ങനത്തെ ഒരു സ്പായാണോ ഇതാണെന്ന് എനിക്കറിയില്ല. പക്ഷേ ഗുണ്ടകളെ പേടിച്ച് അവർ പൈസ കൊടുക്കണമെങ്കിലും പോലീസുകാരെ അവിടെ വരുന്നുണ്ട്, അവരും ഇത് ഡീലിങ്സ് ഒക്കെ ഉണ്ടെങ്കിൽ ഇവിടെ എന്തോ തെറ്റായ രീതിയിലുള്ള കാര്യങ്ങൾ നടക്കുന്നു എന്നുള്ളൊരു കാര്യം വാസ്തവമാണ്. പക്ഷെ എന്തൊക്കെ ആയാലും ഒരു പെൺകുട്ടിയുടെ കൺസെന്റ് ഇല്ലാണ്ട് അവളെ ഉപദ്രവിച്ചിട്ടുണ്ടെങ്കിൽ അത് തന്തയില്ലായ്മ തന്നെയാണ്. അതിനെതിരെ ചോദ്യം ചോദിക്കപ്പെടുക തന്നെ വേണം. കുറച്ച് കമന്റ്സ് ഞാനൊന്ന് വായിക്കാം. വിജയൻ കിളവൻ ഭരിക്കുന്ന കേരളത്തിൽ ഇതല്ല ഇതിനപ്പുറവും നടക്കും. കിളവൻ ഇത് ഡീലാക്കി പാർട്ടിക്ക് ഫണ്ട് വിരിക്കും. ശ്രീമതിക്കും ബാലനും തീവ്രത അളക്കുന്ന പണി ആയല്ലോ. ഒരു സുരക്ഷിതത്വവും എവിടെയും ഇല്ലാതെയായി. ഗുണ്ട ആക്ട് കേരളത്തിൽ നടപ്പിലാക്കാൻ സമയമായി. അതുണ്ടാവില്ല എന്നറിയാം. കാരണം രാഷ്ട്രീയം അതിന്റെ ബലത്തിലാണല്ലോ സാധാരണക്കാരന്റെ മുതുകത്ത് കയറുന്നത്. അതായത് ഗുണ്ടാ വിളയാട്ടം, ഗുണ്ടകൾക്കെതിരെയുള്ള ആക്ട് ഇവിടെ നിയമത്തിൽ വരണമെന്ന് പറയുമ്പോൾ നടക്കില്ല. കാരണം രാഷ്ട്രീയക്കാരന്മാർക്ക് ജീവിക്കണമെങ്കിൽ അവന്മാർക്ക് പിൻബലത്തിന് ഗുണ്ടകൾ വേണം. അവന്മാരുടെ എല്ലാ തന്തയില്ലായ്മകൾക്കും ചുക്കാൻ പിടിച്ച് കൊടിയും പിടിച്ചു പോകുന്നത് സാമാന്യ ബോധമുള്ളവർക്ക് ചിന്തിച്ചാൽ മനസ്സിലാവും, ഗുണ്ടകൾ തന്നെയാണ്, രാഷ്ട്രീയ ഗുണ്ടകൾ. അവന്മാർ തന്നെയാണ് ഇതുപോലത്തെ തന്തയില്ലായ്മകൾ കാണിക്കുന്നതും ഇതുപോലത്തെ തന്തയില്ലായ്മകളുടെ പുറകെ പോകുന്നതും. ഓക്കെ, ഇന്ത്യൻ ശിക്ഷാ നിയമങ്ങൾ കാലാനുസൃതമായി മാറിയില്ലെങ്കിൽ ഇതൊക്കെ നിസ്സാരവൽക്കരിക്കപ്പെടും. സത്യം, ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ബീഹാർ പോലെ ആയി മാറും നമ്മുടെ നാട്. ഈ കേരളത്തിൽ നടക്കുന്ന ദുർഭരണം അവസാനിച്ചില്ലെങ്കിൽ ഈ നാട് മുടിയും. കഷ്ടം, നാണം കെട്ട ഭരണം. സത്യമുള്ള കാര്യം തന്നെയാണ്. കുറ്റവാളികളെ മനുഷ്യാവകാശത്തിന്റെ പേരിൽ സംരക്ഷിക്കുമ്പോൾ കുറ്റവാളികൾക്ക് ആരെ ഭയപ്പെടാൻ? ആനുകൂല്യങ്ങൾ കൂട്ടിക്കൊടുക്കുക. ഓക്കെ, ആനുകൂല്യങ്ങൾ കൂട്ടിക്കൊടുക്കുക. ഒറ്റപ്പെട്ട സംഭവം എന്ന് പറയും. അതെ, നമ്മുടെ സർക്കാർ ഇത് ഇനിയിപ്പോൾ ഒറ്റപ്പെട്ട സംഭവം എന്ന് പറഞ്ഞ് എഴുത്തള്ളി ഇവിടെ. ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ഇത് പൈസ കൊടുത്ത് അങ്ങ് ഡീൽ ചെയ്യും. അതേ സംഭവിക്കത്തുള്ളൂ. 2 ദിവസം ന്യൂസിൽ ചർച്ച. സ്ത്രീ സംരക്ഷണം നമ്പർ 1, തള്ളിന് ഒരു കുറവുമില്ല. അത് ഈ പറഞ്ഞ പോലെ സാധാരണക്കാരായ സ്ത്രീകൾക്കൊന്നും നീതി ലഭിക്കത്തില്ല. വല്ല കാട്ടപരാധികളും വന്നിട്ട് വല്ല അപരാധിതനങ്ങളും കാണിക്കുന്നവളുമാർക്ക് വേണ്ടിയിട്ട് സംസാരിക്കും. ഇവനെയൊക്കെ കൊന്നുകളഞ്ഞില്ലെങ്കിൽ ഇനിയും ഇതൊക്കെ കേൾക്കേണ്ടി വരും. ഇതുപോലത്തെ നാറുകളെ തീർത്തുക തന്നെയാണ് കളയേണ്ട നമ്മുടെ നിയമം. എന്നാൽ അത് ചെയ്യുമോ? ഇല്ല. കാരണം യുവമാരൊക്കെ വലിയ വലിയ ഉന്നതന്മാരുടെ ശിങ്കിടികളാണെന്നുള്ളൊരു കാര്യം കൂടി നമ്മൾ മനസ്സിലാക്കുക. വധശിക്ഷയെക്കാളും കുറഞ്ഞ ഒരു ശിക്ഷയും ഇവർക്ക് കൊടുക്കാൻ പാടില്ല. അത് നടക്കുന്ന കാര്യവുമല്ല. തീവ്രത അളക്കുന്ന മെഷീൻ AKG സെൻട്രലിൽ നിന്ന് വരുന്നതേ ഉള്ളൂ എന്നൊക്കെ പറഞ്ഞിട്ട് ആൾക്കാർ ഒരുപാട് പരിഹാസങ്ങളും കളിയാക്കലും നിറഞ്ഞ കമന്റുകൾ തന്നെയാണ് ഈ ഒരു വിഷയത്തിൽ വാരിയിട്ടുകൊണ്ടിരിക്കുന്നത്. നിങ്ങളുടെ അഭിപ്രായങ്ങൾ, ഇത്തരം സ്പാകൾ ഈ കേരളത്തിൽ വേണോ വേണ്ടയോ ഉൾപ്പെടുന്ന നിങ്ങളുടെ അഭിപ്രായങ്ങളും കാര്യങ്ങളും ഉറപ്പായിട്ട് നിങ്ങൾ താഴെ കമന്റ്. പുതിയൊരു വീഡിയോ ആയിട്ടാണ്. ബൈ.